മാർക്കറ്റിൽ നിന്ന് ഒരുപാട് സീഡ്സ് അവൈലബിൾ ആണ്. ദിവസവും നിങ്ങൾ ഒരുപാട് സീഡ്സിനെ കുറിച്ച് കേൾക്കുന്നുണ്ടാവും. പലരും പല സീഡ്സും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സീഡ്സ് എപ്പോൾ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പലർക്കും കൺഫ്യൂഷൻ വരലുണ്ട്. ഇല്ലെങ്കിൽ എല്ലാ സീഡ്സിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, ഏതൊക്കെ രോഗങ്ങൾക്ക് നല്ലതാണ്, ഏതൊക്കെ രോഗങ്ങൾക്ക് കൊള്ളില്ല, ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ പലപ്പോഴും എന്നോട് പേഷ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സീഡ്സിൽ തന്നെ നമ്മൾ ആദ്യം കേട്ടിട്ടുണ്ടാവുന്ന ഒരു സീഡാണ് ചിയാ സീഡ്. പലരും യൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി ആരെങ്കിലും യൂസ് ചെയ്യാൻ ബാക്കിയുണ്ട് എങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം യൂസ് ചെയ്ത് തുടങ്ങാം. നമ്മൾ ചിയാ സീഡ് ഒരാഴ്ച ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളായിരിക്കും കിട്ടുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ സീഡ്സായിട്ട് ഓരോ വീഡിയോയിൽ നോക്കാം. ഇന്ന് നമ്മൾ ചിയാ സീഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ചിയാ സീഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു കറുത്ത കുഞ്ഞു സീഡ്സാണ്. ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ തന്നെ അതൊരു ജെല്ലായിട്ട് മാറുകയും നല്ല കട്ടിയുള്ള കൊഴുത്ത ജെല്ലായിട്ട് മാറുകയും ചെയ്യും. ഇത് നമുക്ക് വെറും വയറ്റിൽ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നറിൽ കഴിക്കാം, നമുക്ക് സാലഡ്സിലൊക്കെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കഴിക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പലതരം മാർഗ്ഗങ്ങളുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ചിയാ സീഡ് കഴിക്കുകയാണെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുക നോക്കാം. ഫസ്റ്റ് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന മാറ്റം ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. അതായത് നമുക്ക് പ്രായത്തിൽ കവിഞ്ഞ പ്രായം നമുക്ക് സ്കിന്നിൽ തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, റിങ്കിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്കിൻ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചിയാ സീഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചിയാ സീഡിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയാം, ഗ്ലൂട്ടാത്തയോൺ പോലെയുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറേയധികം ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിൻ ഹെൽത്തിനെ നന്നായിട്ട് വെക്കുന്ന, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് കുറയ്ക്കാൻ, നമ്മുടെ സ്കിന്നിനൊക്കെ ഡാമേജ് ആക്കുന്ന, സ്കിൻ സെൽസിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഫ്രീ റാഡിക്കൽസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഈ ചിയാ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ചിയാ സീഡ് ഇട്ടിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി നന്നായിട്ട് കിട്ടും. അപ്പോൾ ഒരാഴ്ച നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിന്ന് കുറച്ചും കൂടി ഗ്ലോ ആവുന്ന പോലെയും, റിങ്കിൾസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ്റെ ഡൾനെസ്സും കാര്യങ്ങൾ മാറുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് പതുക്കെ ഒരു മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിസിബിളായിട്ടുള്ള സ്കിൻ ചേഞ്ചസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. സ്കിന്നിന് കുറച്ചൊരു യൂത്ത്ഫുൾനെസ് നൽകാൻ വേണ്ടിയിട്ടും നമുക്ക് കുറച്ചും കൂടി എനർജി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് കഴിക്കുന്നതിലൂടെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഉപയോഗം അല്ലെങ്കിൽ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് വെയ്റ്റ് മാനേജ്മെൻറ്റിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് വെയ്റ്റ് മാനേജ്മെൻറ്റിന്, നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചിയാ സീഡ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വെയ്റ്റ് ലോസ് ജേർണിയിലൊക്കെ പങ്കെടുക്കുന്നവരോട്, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കണം എന്ന് പറയുന്നവരോട്, ഭാരം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഒരു ഗ്ലാസ് ചിയാ സീഡ് ഇട്ട വെള്ളം കുടിക്കണം ദിവസവും എന്ന്. ചിയാ സീഡ് എങ്ങനെയാണ് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വണ്ണം കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജെൽ രൂപത്തിലായി മാറുമെന്ന്. അപ്പോൾ ഈ ജെൽ രൂപത്തിലുള്ള വെള്ളവും ചിയാ സീഡും കൂടി നമ്മൾ കഴിച്ച് കഴിയുമ്പം നമുക്ക് നമ്മുടെ വയർ ഫുള്ളായ പോലെ തോന്നും. കാരണം ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റും വാട്ടർ കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൊണ്ടും തന്നെ നമ്മുടെ വയറൊരു ഫുള്ളായിട്ട് തോന്നി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കുറഞ്ഞ് കിട്ടും. നിങ്ങൾ അമിതവണ്ണം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് ഭാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളൊരു ബാഡ് ഹാബിറ്റ് ആയിരിക്കും ഈ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, എന്തെങ്കിലും സ്നാക്ക് കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ചിയാ സീഡ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വയർ ഫുള്ളായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വിശപ്പ് തോന്നേയില്ല. വിശപ്പ് നല്ല ലേറ്റായിട്ട് മാത്രമേ വിശക്കാൻ തുടങ്ങുകയുള്ളൂ. കൂടാണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡാണെങ്കിൽ നമുക്കത് മിതമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ വെയിറ്റ് കുറയ്ക്കണം, വണ്ണം കുറയ്ക്കണം, ഭാരം കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക, ദിവസവും ചിയാ സീഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവായിട്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിയാ സീഡ് കഴിക്കാൻ പറ്റുക നോക്കാം. നമുക്ക് സാധാ പോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചിയാ സീഡ് ഇട്ട് വെച്ചിട്ട് വെറും വയറ്റിൽ കുടിക്കാം. അങ്ങനെ കുടിക്കാം. അതാണ് ഏറ്റവും സേഫായ മെത്തേഡ്. ഇനി കുറച്ചും കൂടി വേഗത്തിൽ നിങ്ങൾക്ക് വണ്ണം കുറയണം, നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾസോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, നെഞ്ചരിച്ചിലും കാര്യങ്ങളൊന്നുമില്ല, അൾസറൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ചിയാ സീഡ് ഇടുക. അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ ഫുള്ള് പിഴിഞ്ഞൊഴിക്കുക.
തേൻ വേണമെങ്കിൽ തേൻ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ തേൻ ആഡ് ചെയ്യേണ്ട. ഇത് വെറും വയറ്റിൽ കുടിക്കാം. ഇതും എന്ത് ചെയ്യും, നിങ്ങളുടെ ഫാറ്റ് വേഗത്തിൽ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും വെയിറ്റ് വേഗത്തിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആദ്യം പറഞ്ഞ കാര്യം ഓർക്കണം, ഗ്യാസ് ട്രബിൾസോ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറും വയറ്റിൽ നാരങ്ങാ നീര് കുടിക്കുന്നത് ഒഴിവാക്കണം. ഏറ്റവും സേഫ് മെത്തേഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ചിയ സീഡ് ഇട്ട് കുതിർത്തതിന് ശേഷം കഴിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഹെൽത്താണ്. ഹൃദയ സംരക്ഷണം ഒരുപാട് നല്ല രീതിയിൽ നമ്മുടെ ഹൃദയത്തെ ആരോഗ്യത്തോടെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ചിയ സീഡ് ഹെൽപ്പ് ചെയ്യും. ക്വിർസെറ്റിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻസ് ഇതിൻ്റെ അകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ഹൃദയത്തിൻ്റെ പേശികളെയും സെൽസിനെയൊക്കെ ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുമൂലം നമുക്ക് ഉണ്ടാകുന്ന ഹാർട്ട് ഡിസീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഹാർട്ടിൻ്റെ ഫങ്ഷൻസ് നന്നായിട്ട് നടക്കാനും നമ്മുടെ രക്തയോട്ടം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹൈ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ചിയ സീഡിന് കഴിയും. ഹൈ കൊളസ്ട്രോളോ ഹൈ BP ഒക്കെ ഉള്ളവർ ദിവസവും ചിയ സീഡ് ഇതുപോലെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ BP ഒക്കെ ഒന്ന് താഴ്ന്നതായിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടി എനർജി ഫീൽ ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നും. 1 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ BPയിലും കൊളസ്ട്രോളിലൊക്കെ ഒരു നല്ല രീതിയിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത്, ഹൃദയം നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ചിയ സീഡ് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത് ദഹനം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിയ സീഡ് സഹായിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇതിൽ ധാരാളം ഫൈബറാണ് അടങ്ങിയിട്ടുള്ളത്. ഫൈബർ ധാരാളം നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടും മലബന്ധം മാറാൻ വേണ്ടിയിട്ടും സഹായിക്കും. അറിയാം, മലബന്ധം മാറിയാൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ നിന്ന് നന്നായിട്ട് പോകുന്നുണ്ട്, വയറ്റിൽ നിന്ന് ടോക്സിൻസും അതുപോലെ കെട്ടിക്കിടക്കുന്ന ഭക്ഷണ വസ്തുക്കളും ഒക്കെ നന്നായിട്ട് റിമൂവ് ആവുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടും നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടും അത് സഹായിക്കും. അപ്പോൾ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഹാർട്ട് ബേൺ അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ, ഗ്യാസിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ്, മലബന്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ചിയ സീഡ് ഹെൽപ്പ് ചെയ്യും. ഗുണമാണ് നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചിയ സീഡ് ഹെൽപ്പ് ചെയ്യും. ഇതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ന്യൂട്രീഷ്യൻസിൻ്റെ കലവറ തന്നെയാണ് നമ്മുടെ ഈ ചിയ സീഡ് എന്ന് പറയാം. ചിയ സീഡ് ദിവസവും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബോൺ ഹെൽത്ത് ഒക്കെ കുറവുള്ളവർക്ക്, പ്രത്യേകിച്ച് വിറ്റാമിൻ D ഒക്കെ കുറവുണ്ടെങ്കിൽ വിറ്റാമിൻ D സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൻ്റെ കൂടെ ചിയ സീഡും കൂടി കഴിക്കുകയാണെങ്കിൽ കാൽസ്യം കൂടി നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങളുടെ ബോൺ ഹെൽത്ത് കുറച്ചും കൂടി നല്ല രീതിയിലായിരിക്കാനും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. അടുത്തൊരു ഗുണം ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ടൈപ്പ് 2 പ്രമേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിയ സീഡ് ഹെൽപ്പ് ചെയ്യും. ചിയ സീഡ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ ലെവലിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുകയും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളവർക്ക് ഈ ചിയ സീഡ് കഴിക്കുകയാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാനും നമ്മുടെ പ്രമേഹം വരാതിരിക്കാനും വന്നവർക്ക് അത് കുറച്ച് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇത്രയാണ് നമ്മുടെ ചിയ സീഡിൻ്റെ മെയിനായിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്. നിങ്ങൾ ഒരാഴ്ച ചിയ സീഡ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പല ഗുണങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കുറേയും കൂടി എനർജി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലേസിനെസ്, ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടെ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് ചിയ സീഡ് എന്ന് പറയുന്നത്. ഇനി ചിയ സീഡ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. കുതിർത്തതിന് ശേഷം മാത്രം ചിയ സീഡ് കഴിക്കാം, അല്ലാണ്ട് ചിയ സീഡ് കഴിക്കരുത്. നന്നായിട്ട് വെള്ളത്തിലിട്ട് ഒരു 20 മിനിറ്റ് വെച്ചാൽ തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി 20 മിനിറ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്യാം. കിടക്കുന്നതിന് മുന്നേ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് ജെല്ലി രൂപത്തിലായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ മാത്രമേ നമ്മൾ ചിയ സീഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇനി ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടുതലായിട്ടുണ്ട് എങ്കിൽ വെറും വയറ്റിൽ ചിയ സീഡ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചിയ സീഡ് ഉപയോഗിക്കാം, വെറും വയറ്റിൽ ഉപയോഗിക്കാം. ഇല്ല, നമുക്ക് ഏതെങ്കിലുമൊക്കെ മീൽസിൻ്റെ കൂടെ ഉപയോഗിക്കാം. നമുക്ക് എന്തെങ്കിലും സ്മൂത്തീസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കാം. ജ്യൂസിൻ്റെ കൂടെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ദിവസവും ചിയ സീഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
ഇനിയും ചിയാ സീഡ് ഉപയോഗിക്കണോ വേണ്ടോ എന്നൊക്കെ ഡൗട്ടിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ചിയാ സീഡ് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് ആ മാറ്റം വിസിബിളായിട്ട് തന്നെ തിരിയും. അപ്പം ഇനി അടുത്തത് ഏത് സീഡ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തത് ഏത് സീഡ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റിൽ പറയാം. അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.